കേരള കത്തോലിക്ക സഭയിലെ കൊല്ലം രൂപതയുടെ ചരിത്ര വഴിയിലേക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം രൂപതയുടെ ആവിർഭാവത്തെക്കുറിച്ചും ആദ്യത്തെ കൊല്ലം രൂപതയുടെ ബിഷപ്പിനെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫാദർ ജോസ് പുത്തൻമീട് എഴുതിയ ബിഷപ്പ് ജോർദാനസ് കത്തലാനി എ ഫെയ്ത്ത് ഒഡീസി എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കൊല്ലം രൂപതയുടെ ആവിർഭാവവും ആദ്യത്തെ ബിഷപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങളും വളരെ സമഗ്രമായും ആധികാരികമായും ചരിത്ര രേഖയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസച്ചനാണ്. ഫാദർ ജോസ് പുത്തൻമീടച്ചൻ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ സൈക്കോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു. അദ്ദേഹം ധാരാളം മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുകൂടാതെ സോഷ്യോ സൈക്കോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പുരോഹിതനാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം രചിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പുസ്തകത്തിലൂടെ കൊല്ലം രൂപതയുടെ ഉത്ഭവത്തെക്കുറിച്ചും വികാസ പരിണാമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഈ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി, പുസ്തകത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കുന്നതിന് വേണ്ടി ജോസ് പുത്തൻമീടച്ചനെ സ്വാഗതം ചെയ്യാം. കൊല്ലം രൂപതയുടെ ചരിത്ര വഴിയിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട ജോസ് പുത്തൻമീടച്ചനെ സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. ഒത്തിരി നാളായി സാറിനെ കണ്ടിട്ട്. പുതുവർഷമൊക്കെ ആഘോഷിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാം നന്നായിട്ട് ആഘോഷിച്ചു വെച്ചാൽ എനിക്ക് കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, കുറച്ച് സീനിയർ സിറ്റിസൻ്റെ ഗ്രൂപ്പുകളുണ്ട്. എല്ലാവരും ഞാൻ പുതുവർഷം ആഘോഷം സംഘടിപ്പിച്ചു. എല്ലാം വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഓക്കെ, നന്നായിരിക്കുന്നു. ഓക്കെ, ഇനി ചോദിക്കാം. ഈ അച്ഛൻ രചിച്ച ബിഷപ്പ് കത്തലാനിയെക്കുറിച്ചുള്ള പുസ്തകം ഒരു ആധികാരിക ഗ്രന്ഥമായിട്ട് കണക്കാക്കാം. കാരണം അച്ഛൻ ഏതാണ്ട് 25 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. അത് കൊല്ലം രൂപതയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ ഒരു രൂപം നൽകുന്നു. ഈ പുസ്തകം രചിക്കുന്നതിന് അച്ഛനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? 25 വർഷത്തിന് മുമ്പ് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ഞാൻ ഫാത്തിമ കോളേജിൽ പഠിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഞാൻ വരുത്തി, ഞാനത് വായിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇത് ഈ കയ്യെഴുത്ത് പ്രതിയുടെ ഒരു വിവരണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ച് വലിയ സൂചനകളൊന്നുമില്ല. ഒരു നോവൽ പോലെ ഇത് കൊല്ലത്തെക്കുറിച്ചാണ് കൂടുതലും പ്രതിപാദിച്ചത്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് വരികയും ഇത് പഠിക്കണം, ഞാൻ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതാരും പഠിക്കത്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാവുകയും ഞാൻ അത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. വളരെ സാഹസികമായ ഒരു പ്രവർത്തനമായിരുന്നു. കാരണം ഇതിന് ഒത്തിരി രേഖകൾ ശേഖരിക്കണം, ആവശ്യമുണ്ട്. പക്ഷേ പതുക്കെ പതുക്കെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ഈ രേഖകൾ ശേഖരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തെ ബിഷപ്പാക്കിയ അവിഞ്ഞോൺ കൊട്ടാരത്തിൽ പോകാൻ സാധിച്ചു. അദ്ദേഹത്തിന് വധിച്ച താനായിപ്പോയി. അങ്ങനെ മിക്കവാറും എല്ലാ സംഗതികളും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഡൊമിനിക്കൻ സഭയുടെ പല രേഖകളും എനിക്ക് കിട്ടിയുണ്ടായി. അപ്പോൾ ഇത്രയായപ്പോഴാണ് എനിക്കിത് എഴുതാനായിട്ടുള്ള വളരെ ശരിയായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയത്. അപ്പോൾ ഈ ബിഷപ്പ് കത്തലാനിയെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ഈ പുസ്തകം അച്ഛൻ എങ്ങനെയാണ് കിട്ടിയത്?
അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ടാണ് വരുത്തിയത്. അപ്പോൾ അങ്ങനെ ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് ആർക്കും ഡൗൺലോഡ് ചെയ്യാം. ഇൻ്റർനെറ്റിൽ ഇത് അവൈലബിൾ ആണ്. അവൈലബിൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഈ പുസ്തക രചനയുടെ തുടക്കം. അങ്ങനെ അതിൽ നിന്നും പിടിച്ച് കയറിയതാ. വളരെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അച്ഛൻ ചരിത്രം ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ജോർദാനസ് കത്തലാനി എന്ന് പറയുന്ന ബിഷപ്പ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബിഷപ്പാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ബിഷപ്പാണ്, ആദ്യത്തെ റെസിഡൻറ്റ് ബിഷപ്പാണ്, ആദ്യത്തെ മിഷണറിയാണ് എന്നുള്ള വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ അച്ഛൻ പറയുന്നുണ്ട് 13-ാം നൂറ്റാണ്ടിലാണ് ബിഷപ്പ് കത്തലാനി ഇന്ത്യയിലേക്ക് വന്നത്. ഈ ബിഷപ്പ് ഏത് നാട്ടുകാരനാണ്? ഇദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. ഡൊമിനിക്കൻ സഭയുടെ ഒരു സന്യാസിയായിരുന്നു. ഡൊമിനിക്കൻ സഭയുടെ ഉത്തരവാദിത്വമായിരുന്നു ഈ ഏഷ്യൻ പ്രദേശങ്ങൾ സുവിശേഷവൽക്കരിക്കുക. എവാഞ്ചലൈസേഷൻ്റെ നിയോഗം അവർക്കാണ് കൊടുത്തത്. അതുകൊണ്ട് ചൈന, ഇന്ത്യ, പേർഷ്യ ഈ പ്രദേശങ്ങളെല്ലാം ഇവരാണ് ആദ്യമായിട്ട് വന്നത്. അത് 60 വയസ്സിന് ശേഷമേ ഇവർക്ക് വരാൻ നിയമം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുണ്ട്. കാരണം നല്ല പക്വതയുള്ളവർക്ക് ഈ പ്രയാസങ്ങളെ നേരിടാൻ പറ്റും. ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡൊമിനിക്കൻ സഭയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റു പല രാജ്യങ്ങളും ഇദ്ദേഹം സന്ദർശിച്ചിട്ടില്ല. ഇല്ല. അദ്ദേഹം കൂടുതലും പേർഷ്യൻ ഭാഷയിൽ വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് പേർഷ്യയിൽ തങ്ങി കുറേ നാൾ അവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് കൊല്ലത്ത് വരുന്നതിന് തൊട്ട് മുമ്പ് താനയിലായിരുന്നോ? താന വഴിയായിരുന്നു വന്നത്. കൊല്ലത്ത്. അപ്പം 5 പേരായിരുന്നു ഇവരുടെ ഗ്രൂപ്പിൽ. 4 ഫ്രാൻസിസ്കൻസും ഉണ്ടായിരുന്നു. അവരെല്ലാം വധിക്കപ്പെട്ടു. ഇദ്ദേഹം എങ്ങനെയാ രക്ഷപ്പെട്ടു. പിന്നെ അദ്ദേഹം ഈ കൊല്ലത്തേക്ക് വന്നു. കൊല്ലം രൂപത സ്ഥാപിക്കണം എന്നുള്ള ഒരു മിഷൻ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു 10,000-ഓളം ആളുകളൊക്കെ ഇവിടെ അദ്ദേഹം ലത്തീൻ സഭയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് സുവിശേഷവൽക്കരണവും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനും ഒക്കെ കഴിഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ബ്രാഹ്മിൻസ് അവരുടെ മേധാവിത്വമായിരുന്നു. പിന്നെ നെസ്റ്റോറിയൻസ് വളരെ ഗെറ്റോ മെൻറ്റാലിറ്റി ആയിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നത് കൂടുതലും ബുദ്ധിസു, ജൈനിസം, പിന്നെ ഈ ദരിദ്രരായ കീഴ്ജാതിക്കാർ ആണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നത്. അപ്പോൾ ഈ ബിഷപ്പ് ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കൊല്ലം രൂപത ഉണ്ടാക്കി. കൊല്ലം രൂപത അന്നേരം ഉണ്ടാക്കുന്നില്ല. ഈ സുവിശേഷ പ്രവർത്തനം ഇദ്ദേഹം നടത്തി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അവധിക്കാലത്ത് തിരിച്ച് നാട്ടിലേക്ക് പോയി. അത് ഈ അവിഞ്ഞോൺ പ്രദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയാണ് മാർപ്പാപ്പ വസിക്കുന്നത്. അപ്പം ജോൺ പോൾസ് 22 അന്നേരം അവിടുത്തെ മാർപ്പാപ്പയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി സന്ദർശിച്ച് ഈ വിവരങ്ങളെല്ലാം കൊടുത്തു. 10,000-ഓളം ആളുകളെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അനുകൂലമായൊരു സാഹചര്യമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അവരാകൃഷ്ടരായിട്ട് അവർ തീരുമാനിച്ചു ഇതൊരു മെത്രാസനം ആക്കി മാറ്റണം. അങ്ങനെ ഇദ്ദേഹത്തെ തന്നെ മെത്രാനാക്കി നിയമിച്ചു. 1329 ഓഗസ്റ്റ് 9-ാം തീയതി കൊല്ലം രൂപത എറക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ വർഷം കൊണ്ട് ഏറ്റവും എല്ലാം കൃത്യമായിട്ട് ഹിസ്റ്ററി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ ബിഷപ്പ് കത്തലാനി ആദ്യമായിട്ട് ആസ്ഥാനം എവിടെയായിരുന്നു? അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഇതേ വഴിയെ തന്നെ കൊല്ലത്തേക്കാണ് വരുന്നത്. കൊല്ലത്ത് വന്നിട്ട് ഈ ഡയസിസ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കത്തീഡ്രൽ കെട്ടുന്നു.
ആ സമൂഹത്തെ ബലപ്പെടുത്തുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയായിരുന്നു ഡൊമിനിക്കൻ സന്യാസ ആശ്രമങ്ങൾ നടത്തുകയും അതിൻ്റെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം എനിക്ക് തോന്നുന്നു അദ്ദേഹം തിരിച്ച് അവിഞ്ഞോണിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ താനായി വഴിയാണ് ഏറ്റവും അടുത്ത സ്ഥലം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എതിർപ്പ് വളരെ കൂടുതലായിരുന്നു, മുസ്ലിങ്ങളുടെയും നെസ്റ്റോറിയൻസിൻ്റെയും. അദ്ദേഹം വധിക്കപ്പെടുകയാണ്. അപ്പോൾ താനായിൽ വെച്ചാണ് ബിഷപ്പ് കൊല്ലപ്പെട്ടത്. അത് 1336. അപ്പോൾ 7 വർഷത്തോളം മാത്രമേ അദ്ദേഹം ബിഷപ്പ് ആയതിനു ശേഷം വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ഈ കൊല്ലം പിന്നെ ബിഷപ്പായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ആസ്ഥാനം നമ്മുടെ ഈ പോർട്ട് ഏരിയയിലായിരുന്നു. അപ്പം എൻ്റെ ഉദ്ദേശം എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പോർട്ട് ഏരിയ എന്ന് പറയുമ്പം ഈ പോർട്ട് കൊല്ലം ഉണ്ടല്ലോ, ആ ഏരിയയാണ്. പക്ഷെ ആ കത്തീഡ്രൽ അവിടെ ഇല്ല, ഇപ്പം ഇല്ല. കാരണം നമ്മുടെ പണ്ടത്തെ ഈ കടലിൽ എടുത്തു പോവുകയോ അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ജീർണിച്ച് നഷ്ടപ്പെട്ടു. യഥാർത്ഥ കൊല്ലം പോർട്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെയും കടലിൽ പക്ഷേ എന്തെങ്കിലും ഉണ്ടായിരിക്കാം, കടലെടുത്തതായിരിക്കാം. അവിടെ എക്സ്കവേറ്റ് ചെയ്യുകയാണെങ്കിലേ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. ഇടയ്ക്ക് ചൈനീസ് നാണയങ്ങളൊക്കെ കണ്ടുപിടിച്ചതുപോലെ അല്ലേ? അടുത്ത വർക്ക് അതായിരിക്കണം. ഓക്കെ. ബഹുമാനപ്പെട്ട ജോസച്ചൻ രചിച്ച ബിഷപ്പ് ജോർദാനസ് കത്തലാനി എന്ന പുസ്തകത്തെ ആസ്പദമാക്കി കൊല്ലം രൂപതയുടെ ചരിത്രത്തെക്കുറിച്ച് നടന്ന ചർച്ചയുടെ 1ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തികഞ്ഞ ശാരീരിക ആവശ്യകതകളുണ്ടായിട്ടും നമ്മോടൊപ്പം ഇത് പങ്കുവയ്ക്കുന്നതിന് തയ്യാറായ ജോസച്ചന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി വീണ്ടും ഇത് തുടരുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് വളരെ ഗൗരവതരമായി പരിഗണിക്കുകയും ഈ ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.